ഏവർക്കും ട്രൂവിഷൻ ഇലക്ഷൻ ഡെസ്കിലേക്ക് സ്വാഗതം. പൊന്നാനി മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ്. മുസ്ലിം ലീഗിന്റെ സിംഹഗർജനം GM ബനാത് വലിയുടെ തട്ടകം. 2004 ഇടത് തരംഗത്തിലും UDFന്റെ മാനം കാത്ത പൊന്നാനി മണ്ഡലം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് UDF. മൂന്നാം സീറ്റിനെ അവകാശവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സ്വന്തം തട്ടകത്തിൽ പോലും കാലിടറുന്നുവോ? ട്രൂവിഷൻ ഇലക്ഷൻ ഡെസ്ക് പരിശോധിക്കുന്നു. കൊണ്ടോട്ടിയിൽ ലീഗ് നേതാക്കൾ STPI നേതൃത്വവുമായി നടത്തിയ രഹസ്യ ചർച്ച വിവാദമായതിനെ തുടർന്ന് ലീഗ് നേതൃത്വം പ്രതിരോധത്തിലായി. 4 വോട്ടിനു വേണ്ടി UDF നേതൃത്വം വർഗീയ പ്രീണനം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ലീഗ് STPI കൂട്ടുകെട്ട് അപകടകരമായ വർഗീയ കളിയാണെന്നും UDF ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ആരോപിക്കുന്നു. മുസ്ലിം ലീഗ് STPI രഹസ്യ ചർച്ച നടത്തിയെന്ന മാധ്യമ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് ET മുഹമ്മദ് ബഷീർ MP പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി MPയെ കാത്ത് കൊണ്ടോട്ടി KTDC ഹോട്ടലിൽ ഇരിക്കെ യാദൃശ്ചികമായി അതുവഴി കടന്നു വന്ന STPI നേതാക്കളെ നാസറുദ്ദീൻ എളമരവും സുഹൃത്തുക്കളും തന്റെ അടുത്ത് വരികയും അല്പനേരം സംസാരിക്കുകയായിരുന്നെന്നാണ് ET പറയുന്നത്. താൻ അല്പം വൈകിയാണ് വന്നതെന്നും അതിനു മുമ്പ് നടന്ന ചർച്ചകളെക്കുറിച്ച് ETയോട് ചോദിക്കണമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി MP പറയുന്നത്. ലീഗ് നേതാക്കളുടെ പ്രസ്താവനകളിലെ വൈരുദ്ധ്യം അണികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. BJP അല്ലാത്ത എല്ലാ രാഷ്ട്രീയക്കാരുമായി ചർച്ച നടത്തുമെന്നും ലീഗിന്റെ ആവശ്യപ്രകാരമാണ് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തതുമെന്നാണ് STPI നേതൃത്വം വ്യക്തമാക്കുന്നത്. STPI ലീഗ് ചർച്ച CPM രാഷ്ട്രീയ ആയുധമാക്കി കഴിഞ്ഞു. പൊന്നാനിൽ ഇടത് സ്ഥാനാർത്ഥി ഏറെ മുന്നേറിക്കഴിഞ്ഞെന്നും ETയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ചർച്ച നടത്തിയതെന്നും ആരോപണമുണ്ട്. ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ടു മുമ്പ് തന്നെ ETയും PK കുഞ്ഞാലിക്കുട്ടിയും മണ്ഡലം വെച്ചുമാറണമെന്ന അഭിപ്രായമുയർന്നെങ്കിലും PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മുറുകെ പിടിക്കുകയായിരുന്നു. വിവാദങ്ങൾ പൊന്നാനിയിലാണ് പ്രധാനമായും പ്രതിഫലിക്കുക. മലപ്പുറത്തു നിന്ന് വ്യത്യസ്തമായി പൊന്നാനിയിൽ തവനൂർ, താനൂർ, പൊന്നാനി നിയോജക മണ്ഡലങ്ങളിൽ LDFന് മുൻതൂക്കമുണ്ട്. തിരൂർ നിയോജക മണ്ഡലത്തിൽ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ട്. തിരൂരിൽ നിന്നും തൃത്താലയിൽ നിന്നും കോൺഗ്രസ് വോട്ടുകൾ ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചേക്കും. മുൻ കോൺഗ്രസുകാരായ ഇടത് സ്ഥാനാർത്ഥി PV അൻവറിന് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും പിന്തുണ ലഭിച്ചേക്കും. പൊന്നാനിയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് മുൻതൂക്കമുണ്ട്. STPI രഹസ്യ ചർച്ചയുമായി ഉയർന്നു വന്ന വിവാദങ്ങൾ ഭൂരിപക്ഷ വിശ്വാസികളെ UDFൽ അകറ്റിയേക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി truvisionnews.com സന്ദർശിക്കുക.